ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റേഷനരി വെച്ചിട്ടുള്ള നെയ്പത്തിരിയാണ്. ഇത് വെറും പുഴുങ്ങലരി മാത്രമാണ്. ഇത് സാധാ നോർമൽ വെള്ളത്തിൽ ഒരു ദിവസം രാത്രി ഫുള്ളായിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള അരിയാണ്. അപ്പോൾ നോർമൽ വെള്ളത്തിലായതുകൊണ്ടാണ് ഒരു 9-10 മണിക്കൂറെങ്കിലും നമ്മളിത് കുതിർത്തി വെക്കണം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുക. നമ്മൾ ഏത് കപ്പിലാണോ അരി എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ കുറച്ച് കാൽഭാഗത്തിൽ കുറച്ച് കൂട്ടിയിട്ട് അരക്കപ്പിന് കുറച്ച് താഴെ ആയിട്ട് വേണം തേങ്ങ ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ വലിയ കപ്പിന് ഒരു കപ്പിലാണ് അരി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതേ കപ്പിൽ തന്നെ അരക്കപ്പിൽ കുറച്ചിട്ട് വേണം തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ അതുപോലെയാണ് ചേർത്തിട്ടുള്ളത്. തേങ്ങ കൂടിപ്പോവരുത്, കൂടിക്കഴിഞ്ഞാൽ നല്ലപോലെ എണ്ണ കുടിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അരി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇതൊന്ന് കുറച്ച് അരി എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. ഈ മിക്സീൻ്റെ ബ്ലേഡിൻ്റെ കറക്റ്റായിട്ട് അരി ഇട്ട് കൊടുത്താൽ മതി. ഇനി അരിക്ക് ലെവലായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ മിക്സ് ചെയ്തതിൽ നിന്ന് കുറച്ചുകൂടി അരി എടുത്തിട്ട് കൊടുക്കാം. ഒരു അര ഭാഗമെങ്കിലും അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളം ചേർക്കാതെ ഇതൊന്ന് അരച്ചെടുക്കാം. കുറച്ച് തരി ആയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം നല്ല തരിയാവരുത്. ഇത് തന്നെ തീരെ തരി ആവാതിരിക്കുകയും ചെയ്യരുത്. ഇതുപോലെ ഇതിപ്പോൾ അത്യാവശ്യം നല്ല തരിയാക്കിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ഇനി ഇത് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു വാഴയില വെച്ചിട്ടാണ് അതിനാണ് പരത്തിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ക്ലീൻ ഫിലിമോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. ഇത് കുറച്ച് തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ എണ്ണ തിളച്ചതിന് ശേഷം മാത്രമേ ഇത് ഫ്രൈ ചെയ്തെടുക്കാവൂ. ഇപ്പോൾ നല്ലപോലെ എണ്ണ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഭാഗം പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടി തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി നെയ്പത്തിരി ആയിരിക്കും. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.